ധന്യപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BRS-ന് പിന്നാലെ BJD-യും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് NDA സഖ്യത്തിലും ഇന്ത്യ സഖ്യത്തിലും തങ്ങളില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ BJD വ്യക്തമാക്കിയിരിക്കുന്നത് ഒഡീഷയുടെ വികസനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് BJD നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടെടുപ്പിൽ തങ്ങൾ പങ്കുകാരാകുന്നില്ല എന്നുള്ള ആ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ BJD എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് BJD-യെ അതായത് വർഷങ്ങളായിട്ട് ഒഡീഷ ഭരിച്ചുകൊണ്ടിരുന്ന BJD-യെ അട്ടിമറിച്ചുകൊണ്ടാണ് BJP ഇത്തവണ അവിടെ അധികാരം പിടിച്ചത്. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കോ അതല്ലെങ്കിൽ അവരെ വിട്ട് മറ്റൊരു സഖ്യത്തിലേക്ക്, ഇന്ത്യ സഖ്യത്തിലേക്കോ അവർ വോട്ട് ചെയ്യില്ല എന്നുള്ള നിലപാട് തന്നെ എടുക്കണമെന്നുള്ള താല്പര്യമായിരുന്നു ഭൂരിഭാഗം നേതാക്കൾക്കും നേരത്തെ ഉള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ BJD ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ MPമാരുടെ അതായത് മോക്ക് പോൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട MPമാർക്ക് വേണ്ടിയുള്ള മോക്ക് പോളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവസാനിച്ച NDA-യുടെ മോക്ക് പോളിൽ ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ MPമാരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ BJP-യുടെ MPമാരുടെയൊക്കെയും ഭാഗത്തുനിന്നുള്ള പോളിംഗ് ഏജന്റുമാരെ ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട BJP-യുടെ അല്ലെങ്കിൽ NDA സഖ്യത്തിന്റെ ഏജന്റുമാർ കിരൺ റിജിജു, റാം മോഹൻ നായിഡു, ശ്രീകാന്ത് ഷിൻഡെ എന്നീ 3 പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യ വോട്ടറായിട്ട് പ്രധാനമന്ത്രിയാണ് പരിഗണിക്കുന്നതെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും വിവിധ പാർട്ടികളുടെ എല്ലാ അംഗങ്ങളെയും സഭയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള അന്ത്യശാസനമൊക്കെയും BJP അതുപോലെ കോൺഗ്രസും നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ചില പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ BJP മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെ ആദ്യമേ തന്നെ പ്രധാനമന്ത്രിയും ഈ അംഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കൊക്കെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ മുഴുവൻ MPമാരും ഡൽഹിയിൽ എത്തണം എന്നുള്ള നിർദ്ദേശം നൽകി. അതിന്റെ ഭാഗമായിട്ട് BJP-യുടെയും NDA-യുടെയും മുഴുവൻ MPമാരും ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. നാളെയാണ് വോട്ടെടുപ്പ്. നാളെ 10 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 6 മണി മുതലാണ് വോട്ടെണ്ണി തുടങ്ങുക. എന്തായാലും ഇന്ത്യ സഖ്യം പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് ഉപരിയായിട്ട് NDA സഖ്യത്തിന് വോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ NDA സഖ്യത്തിലുള്ള ചില കക്ഷികളുടെ വോട്ടുകൾ കൂടി നേടാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളത്. ധന്യ.